അപ്പോൾ എനിക്ക് ഇന്ന് 2 ഓർഡർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കും. അപ്പം ഞാൻ ആ ഫോട്ടോസ് എങ്ങനെ എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പം അതിനാദ്യം എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഇലയുടെ സംഭവം വേണം. ഒരു കോളർ വെച്ച കുർത്തി, ഫുൾ സ്ലീവ് 3/4 സ്ലീവ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതും പിന്നെ ഈ ഒരു പെപ്ലം ടോപ്പാണ്. ഇങ്ങനത്തെ സ്ലീവ് ഒക്കെ വെച്ചിട്ടൊരു പെപ്ലം ടോപ്പ്. അപ്പം ഇത് രണ്ടുമാണ് നമുക്കിന്ന് കൊടുക്കാനുള്ളത്. ഒരെണ്ണം നമ്മൾ തൊടുപുഴ കൊണ്ട് കൊടുക്കണം, ഒരെണ്ണം കരിങ്ങല്ലൂർ തന്നെ. നെക്ക് വെച്ചിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഫോട്ടോസ് എടുക്കണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസ് എങ്ങനെ എടുക്കുന്നതെന്നും കൂടി ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. സൺലൈറ്റൊക്കെ ഉള്ള ഒരു സ്ഥലം നോക്കി എടുക്കണം. ആദ്യം വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ വെയിൽ പോയതാണ്. പിന്നെ അവിടെ നമുക്ക് കുറച്ച് നമ്മൾ ടോപ്പ് ഇങ്ങനെ ഒരു വൈറ്റ് ക്ലോത്തിൻ്റെ മുകളിൽ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഗോൾഡ് ജ്വല്ലറീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്താലും നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു മാല ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. ഞാൻ ഈ വാച്ച് മാറ്റിയിട്ട് ഇയറിങ്സ് എടുത്തുകൊണ്ട് വരാം. ഗോൾഡ് തീം ആയതുകൊണ്ട് ഗോൾഡ് കളർ ഇയറിങ്സ് തന്നെ എടുക്കുകയാണ് ബെറ്റർ. എൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെയാണ്, ഞാൻ ഇതെടുത്തു. ഇനി നമുക്ക് ഇയറിങ്സ് ഇവിടെ എവിടെയെങ്കിലും നല്ല ഭംഗിക്ക് വെക്കുക. പിന്നെ ഈ ലീഫ് എടുക്കുക, ക്യാമറയുടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു എഫക്റ്റ് വന്നില്ലേ, അതിൽ കൂടെയാണ് ഞാൻ ഫോട്ടോസ് എടുക്കാറ്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, പക്ഷെ നല്ല ഫോട്ടോസ് കിട്ടും. ഫോട്ടോസും കൂടി ഒന്ന് കണ്ടു. ഓർഡറെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മണി സമയമല്ലേ, നല്ല വെയിലാണ്. ഇതൊന്നും ഇല്ല, ഇതൊക്കെ കുറച്ചു തുറക്കാനും പറ്റുന്നില്ല. കുറച്ച് ഇടയിലേക്ക് തൂക്കുക. നിലത്ത് പോയ സൺസ്ക്രീൻ നിർവ്വ നോക്കിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ചേച്ചി എന്നോട് 3 മണിക്ക് ചെല്ലാനാ പറഞ്ഞത്. ഞാൻ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്ട്രെയിറ്റ്നർ ആണെങ്കിൽ കുറച്ച് ഫ്രണ്ട് ഒന്നും അയൺ ചെയ്തിടുക. ഫ്രണ്ട് ഗ്രോത്ത് വന്നിട്ട് ഒട്ടും ഭംഗിയില്ലാണ്ട് കിടക്കുക. മുടി ഇത് കരിയുന്ന മണം, എന്നാലും ഞാൻ ചെയ്യും. ഇങ്ങനെ ഭംഗിക്ക് കിടക്കണം. ഇനിയും ചെയ്ത മുടി കരിഞ്ഞില്ല. ആ ചേച്ചിയോട് ഞാൻ 3 മണി ഇറങ്ങിയെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ട് ഞാനിവിടെ നിന്ന് ലിപ്സ്റ്റിക് ഇടുന്നത്. ലിപ്സ്റ്റിക് ഇച്ചിരി കുറഞ്ഞു പോയോ എന്നല്ല. ഇത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു, 2 മണി വരെ. ഇപ്പൊ കിടന്ന് തല്ലി പിടിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. പിന്നെ അമ്മ 3:05 ഒക്കെ ആയി. അതെ, ഡ്രസ്സ് കണ്ട 3:05 ആയതേ. വെള്ളക്കുപ്പി എടുക്കാൻ മറന്നിട്ടില്ല. ഞാനൊരു വാട്ടർ ബോട്ടിൽ മാത്രമായിട്ടാണ് പോണത്. സ്കൂട്ടിക്കാ പോണേ. ഞാൻ കൊറോണ വന്ന് ക്ലോസ് ചെയ്തിട്ടോ. ഇതൊക്കെ ലോക്ക്ഡൗൺ വന്നതിന് മുമ്പ് ഞാൻ ഈ ബുട്ടീക്കിലൂടെ ഒരു ബുട്ടീക്ക് ഉണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ആ ചേച്ചിയുടെ കൂടെ പിന്നെയും ഞാൻ വർക്ക് ചെയ്യുക. നമ്മൾ ഈ മിററിന്റെ ബൾബൊക്കെ ഒട്ടിച്ചെടുത്തു. അപ്പൊ ഇതായിരുന്നു തൊടുപുഴയ്ക്ക് പോകുന്ന അടുത്ത പണി. ഇതേ ലൈറ്റ് ഇട്ടപ്പോ നോക്കുന്ന ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ബൾബ് ലൈറ്റ് ഇട്ടു. സോക്സിന്റെ ഒക്കെ അവസ്ഥ. ഐറ്റംസ് ഞാൻ കൊണ്ടുപോകും. അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി എനിക്ക് കൊറിയറും കൂടി ഒരു ഓർഡർ, രാവിലെ 2 ഓർഡർ പറഞ്ഞു. രാവിലെ 2 ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം അതിൽ ഒരു ഓർഡർ ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പം അതും കൂടി കൊടുത്തിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോവാൻ. ഇതാണ് തൊടുപുഴ സിറ്റി. അപ്പുറം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്. നല്ല കാറ്റ്. തൊടുപുഴയ്ക്ക് വന്നിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ഇന്നൊരു ബിസി ആയിട്ടുള്ള കുറച്ച് ബിസി ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഞാൻ യൂഷ്വലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ബിസി ആയിരുന്നു. സാധാരണ വീട്ടിൽ തന്നെ ഇരുന്നുള്ള പരിപാടിയല്ല. ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ചെയ്തപ്പോൾ ഹെൽമറ്റ് വിട്ടെ, മുടി വഴി.
ഇതാണ് എൻ്റെ സ്കൂട്ടി. 2016 വാങ്ങിയതാ. ഒരു 9 വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട്. അയ്യോ, എനിക്ക് എന്തോ പണിയെടുത്തോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര വിശപ്പ്. എനിക്കൊരു ബിരിയാണിയൊക്കെ തിന്നാനുള്ള ക്രേവിങ്സ് വരുന്നു. അപ്പോൾ ഞാൻ ഓർക്കണം ഞാനൊരു ബിരിയാണിയും കൂടി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി അതും കഴിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.